നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർക്കിടക മാസാരംഭം. ഇനി വീടുകളിലും അമ്പലങ്ങളിലും രാമായണ ശീലുകൾ. നാലമ്പല ദർശന പുണ്യം തേടി ഭക്തർ. ഒപ്പം കർക്കിടക പെയ്ത്തും. CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ 1 കോടിയുടെ തട്ടിപ്പ് നടന്നത് ഇരിവേരി സർവീസ് സഹകരണ ബാങ്കിൽ. ഒരു ദിവസത്തിനിടെ ഒരു വ്യക്തിക്ക് അനുവദിച്ചത് 10 വായ്പകൾ. വിശദീകരണവുമായി CPM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി. കണ്ണൂർ സർവകലാശാലയിൽ രജിസ്ട്രേഷൻ വൈകുന്നു. പ്രതിഷേധവുമായി പാരലൽ കോളേജ് അസോസിയേഷൻ. കുട്ടികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു. പ്രശ്നത്തിൽ അടിയന്തര നടപടിയില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുമെന്നും അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. ഇനി രാമായണ പുണ്യദിനങ്ങൾ. എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസാചരണവും നാലമ്പല ദർശനവും മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ KP മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം വളരെ പുണ്യമായ കർമ്മമായാണ് കരുതപ്പെടുന്നത്. ഭരതസ്വാമി കുടികൊള്ളുന്ന വടക്കേ മലബാറിലെ ഏക ക്ഷേത്രമാണ് എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൽ നാലമ്പല ദർശന പുണ്യം തേടി നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. തീർത്ഥാടനത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുമുണ്ട്. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണവും നാലമ്പല തീർത്ഥാടനത്തിന്റെയും സമാരംഭം കുറിച്ചുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ KP മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഗോപുരവും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. കാരണം കൊടിമരം വന്നാൽ ഇതിന്റെ ഒരു താന്ത്രിക കണക്ക് പ്രകാരം ഗോപുരം ഇനി 4 മീറ്റർ മുന്നോട്ട് പോകണം. അത് ഭാരിച്ച ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അതും കൂടി നമുക്ക് പൂർത്തീകരിച്ചാൽ എളയാവൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് P. പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ KP മധുസൂദനൻ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി TK വേണു, കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ PT മുരളീധരൻ, കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ ധനേഷ് മോഹനൻ, ദേവസ്വം മെമ്പർ K. സനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 11 വരെ വിവിധ പാരായണങ്ങളും ഇവിടെ നടക്കും. ഓഗസ്റ്റ് 15-ന് രാമായണ പ്രശ്നോത്തരിയും ഒരുക്കിയിട്ടുണ്ട്. സനാതന ധർമ്മ പാഠശാല രാമായണ മഹോത്സവത്തോടനുബന്ധിച്ച് 200 വീടുകളിൽ സൗജന്യമായി രാമായണം വിതരണം ചെയ്തു. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. പറഞ്ഞു നിർത്തിയെടുക്കാൻ മാത്രം ഞാനൊന്ന് തുടങ്ങിയിട്ട് പോകും. സാധാരണ എന്നൊരു സാഹിത്യം വിദ്യാർത്ഥി എന്ന നിലയിൽ രാമായണത്തെ ഒരു സാഹിത്യമായിട്ട് കണ്ടാൽ നമ്മൾ സാഹിത്യത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. പുരാണ സാഹിത്യങ്ങൾ, നവീന സാഹിത്യം, ആധുനിക സാഹിത്യം, ഇപ്പോൾ ഉത്തരാധുനികത എന്ന് പറഞ്ഞുകൊണ്ടാണ് സാഹിത്യത്തിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉത്തരാധുനികത എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാഹിത്യമാണത്. അതിൻ്റെ പ്രത്യേകത ഈ എഴുതുന്ന ആളും കഥാപാത്രങ്ങളും തമ്മിൽ ഒരേ വേദിയിൽ സംസാരിക്കുക, അല്ലെ കഥാപാത്രത്തെ ചിതഗ്നി ചെയർമാൻ KN രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ EP നാരായണ പെരുവണ്ണാൻ മുഖ്യാതിഥിയായി. ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ രാമായണ വിതരണ കർമ്മം നിർവഹിച്ചു. PM പ്രസന്നൻ, ഡോക്ടർ KV മുരളി മോഹനൻ, ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാനൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ച സ്വാമി ചിദാനന്ദ സരസ്വതി സംശോധനം ചെയ്ത 675 പേജുള്ള രാമായണമാണ് വിതരണം ചെയ്തത്. രാമായണ മഹോത്സവത്തോടനുബന്ധിച്ച് ജൂലൈ 28-ന് ജില്ലാതല ചിത്രരചനാ മത്സരവും ഓഗസ്റ്റ് 4-ന് ജില്ലാതല പ്രശ്നോത്തരി മത്സരവും നടക്കും. മഴക്കെടുതി. എളയാവൂരിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണ് അപകടം. പുളുക്കൂൽ ഹൗസിൽ കാർത്യായനിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. കഴുക്കോലുകളും ഓടും തകർന്ന നിലയിലാണുള്ളത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എളയാവൂർ പഴയ കോട്ടത്തിന് സമീപമാണ് അപകടം നടന്നത്. പുളുക്കൂൽ ഹൗസിൽ കാർത്യായനിയുടെ ഉടമസ്ഥതയിലുള്ള വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിലെ ജാതിമരം കടപുഴകി വീണത്. വീട്ടിൽ മക്കളായ ഓട്ടോ ഡ്രൈവർ ജയനും ഭാര്യയും കുട്ടിയുമാണ് താമസിക്കുന്നത്. രാത്രി 12:30 വീട്ടിലേക്ക് മരം കടപുഴകി വീണത്. കഴുക്കോലും ഓടും തകർന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 12:20 ആകുമ്പോൾ നല്ല കാറ്റ് മഴ വന്നായിരുന്നു. അതിൽ കടപുഴകി വീണതായിരുന്നു ജാതി. വീട്ടിന് മരങ്ങളൊക്കെ കക്കോലുകളും ഓടുകളൊക്കെ പൊട്ടി, പട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളപായമൊന്നുമില്ല. മച്ചിട്ട കൂടായതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ താങ്ങി നിൽക്കുന്നുണ്ട്. കണ്ണൂർ RDD ഓഫീസിന് മുകളിൽ മരം വീണു. ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. തൊട്ടടുത്ത പറമ്പിലെ തേക്ക് മരമാണ് ഓഫീസിന്റെ മേൽക്കൂരയിലേക്ക് കടപുഴകി വീണത്.
അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലായി മരങ്ങൾ കടപുഴകിയും വീടുകൾ തകർന്നും അപകടം പതിവാകുകയാണ്. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളയ്ക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടക മാസാരംഭം. ഇനി വീടുകളിലും അമ്പലങ്ങളിലും രാമായണ ശീലുകൾ. നാലമ്പല ദർശന പുണ്യം തേടി ഭക്തർ. ഒപ്പം കർക്കിടക പെയ്ത്തും. CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ 1 കോടിയുടെ തട്ടിപ്പ് നടന്നത് ഇരിവേരി സർവീസ് സഹകരണ ബാങ്കിൽ. ഒരു ദിവസത്തിനിടെ ഒരു വ്യക്തിക്ക് അനുവദിച്ചത് 10 വായ്പകൾ. വിശദീകരണവുമായി CPM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി. കണ്ണൂർ സർവകലാശാലയിൽ രജിസ്ട്രേഷൻ വൈകുന്നു. പ്രതിഷേധവുമായി പാരലൽ കോളേജ് അസോസിയേഷൻ. കുട്ടികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു. പ്രശ്നത്തിൽ അടിയന്തര നടപടിയില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുമെന്നും അസോസിയേഷൻ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. CPM നിയന്ത്രണത്തിലുള്ള ഇരിവേരി ബാങ്കിൽ 1 കോടി രൂപയുടെ വായ്പാ ക്രമക്കേടെന്ന് പരാതി. വായ്പാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒരാൾക്ക് വേണ്ടി പലരുടെയും പേരിൽ വായ്പ നൽകിയെന്നതാണ് ആരോപണം. എന്നാൽ ധനാപഹരണമല്ല നടന്നതെന്നും പരാതിക്ക് കാരണം വായ്പ തിരിച്ചടവ് മുടങ്ങിയതാണെന്ന വിശദീകരണവുമായി CPM രംഗത്തെത്തി. 2019 ജനുവരി 19 10 ലക്ഷത്തിന്റെ 10 വായ്പകളായി 1 കോടി രൂപ ഇരിവേരി സർവീസ് സഹകരണ ബാങ്ക് വായ്പ നൽകിയത്. വായ്പാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഒരാൾക്ക് വേണ്ടി പലരുടെയും പേരിൽ വായ്പ നൽകിയതെന്നാണ് ആരോപണം. 10 ഇടപാടുകാരുടെ പേരിൽ 10 ലക്ഷത്തിന്റെ 10 വായ്പകളാണ് അനുവദിച്ചത്. വായ്പയിൽ 40 ലക്ഷത്തിലധികം രൂപ തിരിച്ചടവ് വന്നിരുന്നുവെങ്കിലും പിന്നീട് മുടങ്ങി. ഇതിനിടയ്ക്ക് തവണയടയ്ക്കാൻ വ്യാജ ചെക്ക് നൽകിയതോടെയാണ് നിലവിലെ ഭരണസമിതി വായ്പ സംബന്ധിച്ച് പരിശോധന നടത്തുകയും വായ്പാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായും വ്യാജരേഖ ഹാജരാക്കി ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തിയത്. തുടർന്ന് നടന്ന പ്രാഥമിക പരിശോധനയിൽ വായ്പ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് വായ്പ അനുവദിച്ചത് എന്ന ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രാഞ്ച് മാനേജർ C രാജേഷ്, സെക്രട്ടറി C സത്യഭാമ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. 2019 ജനുവരി 19 10 പേർക്കും വായ്പ അനുവദിച്ചിട്ടുള്ളത്. ആവശ്യമായ ഈട് ലഭിക്കാതെയും ദൂരപരിധി ലംഘിച്ചുമാണ് വലിയ തുക വായ്പ അനുവദിച്ചത് എന്ന് ആരോപണം അന്നേ ഉയർന്നിരുന്നു. ഡെപ്പോസിറ്റ് കളക്ടറാണ് തിരിച്ചടവിനുള്ള പണം ഒരു സ്ഥാപനത്തിൽ നിന്നും മാസം തോറും ശേഖരിക്കുന്നത്. 10 പേരുടെയും തുക ഒരു സ്ഥാപനത്തിൽ നിന്നും വാങ്ങുന്നതും വിവാദമായിരുന്നു. നിലവിലെ പ്രസിഡന്റ് TC കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ചക്കരക്കൽ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ മാർച്ച് 13 ചക്കരക്കൽ പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതിനിടെ ഇരിവേരി സർവീസ് സഹകരണ ബാങ്കിനും CPMനുമെതിരെ ചില മാധ്യമങ്ങളും കോൺഗ്രസും നടത്തുന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്ന് CPM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റിയും അറിയിച്ചു. ഇരിവേരി ബാങ്കിൽ നടന്നത് ധനാപഹരണമല്ലെന്നും
പ്രശ്നമല്ലെന്നും നൽകിയ വായ്പയ്ക്ക് തിരിച്ചടവില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്നും ഏരിയ കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. വായ്പ കൃത്യമായി തിരിച്ചടവ് ഇല്ലാത്തതിനെ തുടർന്ന് ഇടപാടുകാർക്കെതിരെ ബാങ്ക് നിയമ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇടപാടുകാർ വായ്പ തിരിച്ചടക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നൽകിയ ചെക്ക് വണ്ടി ചെക്കാവുകയായിരുന്നു. വായ്പാ മാനദണ്ഡങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് പ്രാഥമിക അന്വേഷണം നടത്തിയാണ് 2 ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തത്. സഹകരണ വകുപ്പിന്റെയും പോലീസിന്റെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ സംരക്ഷിക്കാനോ കേസിൽ നിന്നും ഒഴിവാക്കാനോ CPM യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നുമാണ് CPM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റിയുടെ വിശദീകരണം. സിറ്റി ന്യൂസ്, കണ്ണൂർ. ജീവനക്കാരുടെ മുൻകാല സർവീസ് പൂർണ്ണമായും പരിഗണിച്ച് സർക്കാർ സർവീസിലേക്ക് ആഗിരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NGO അസോസിയേഷൻ, KGNU യൂണിയനുകൾ സംയുക്തമായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂചനാ പണിമുടക്ക് നടത്തി. മുൻ കണ്ണൂർ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പറഞ്ഞ ആളുകൾ പിന്നീട് ഇതിന്റെ ഭരണാധികാരികളായി മാറിയതാണ് ഇതിന്റെ ചരിത്രം. ഉള്ളുപ്പുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കും. പക്ഷെ അവർക്ക് ആസനത്തിൽ ആല് മുളച്ചാലും അത് തണലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവിടെ ഇതിനെ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായി പ്രസംഗിച്ച ഒരാളുണ്ട്. അയാളുടെ പേരാണ് MV ജയരാജൻ. അദ്ദേഹമാണ് പിന്നീട് ഇതിന്റെ ചെയർമാനായത്. ഒരുപാട് പാപം ചെയ്യുമ്പോൾ ശാപം കിട്ടുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുതലും പലിശക്ക് പലിശയും ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങൾ ശിക്ഷിച്ചു. അപ്പോൾ ഇത് വരും. ആരായാലും അനുഭവിക്കാതെ പോകാൻ കഴിയില്ല. ഇപ്പോഴേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സന്തോഷം പറഞ്ഞു. നിങ്ങൾക്കറിയാം, എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ ഉപജീവനത്തിനാണ്. ഇപ്പൊ പരാജയമുണ്ടായപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞത് തിരുത്തുമെന്നാണ്. നിങ്ങൾ ഈ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തിരുത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. ജീവനക്കാരുടെ മുൻകാല സർവീസ് പൂർണ്ണമായും പരിഗണിച്ച് സർക്കാർ സർവീസിലേക്ക് ആഗിരണം ചെയ്യുക. സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ അന്നേ ദിവസം വരെ ജീവനക്കാരന് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അന്നത്തെ ശമ്പളവും സംരക്ഷിച്ചുകൊണ്ട് ജീവനക്കാരെയും ഏറ്റെടുക്കുക. 2018 മുതൽ തടഞ്ഞുവെച്ച് ഗ്രേഡ്, പ്രൊമോഷൻ എന്നിവ അനുവദിക്കുക. തടഞ്ഞുവെച്ച് ശമ്പള പരിഷ്കരണം അനുവദിക്കുക. റിട്ടയർ ചെയ്ത ചില ജീവനക്കാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം എത്രയും പെട്ടെന്ന് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജീവനക്കാർ പണിമുടക്കിയത്. NGOA പരിയാരം ബ്രാഞ്ച് പ്രസിഡന്റ് PA ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KGNU സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് KS മുഖ്യപ്രഭാഷണം നടത്തി. KGNU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനസ് SM, പ്രൊഫസർ രേണു സൂസൻ തോമസ്, ഷനിജ് MP തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ദേശസാൽക്കരണ ദിനമായ ജൂലൈ 19 സംസ്ഥാന വ്യാപകമായി അവകാശ ദിനമായി ആചരിക്കുമെന്ന് ജോയിന്റ് ഫോറം ബാങ്ക് ഓഫ് റിട്ടയേർഡ് ജില്ലാ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു. അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി 19 വെള്ളിയാഴ്ച രാവിലെ 10 സ്റ്റേഡിയം കോർണറിൽ നടത്തുന്ന ധർണ ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. സ്പെഷ്യൽ അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമായി പരിഗണിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുക. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കുക. വിരമിച്ചവരുടെ പ്രശ്നങ്ങൾ അവരുടേത് സംഘടനകളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. ബാങ്കിംഗ് മേഖലയിൽ കഴിഞ്ഞ 30 വർഷമായി പെൻഷൻ പരിഷ്കരിച്ചിട്ടില്ല. സർക്കാർ മേഖലയിൽ ഓരോ തവണ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമ്പോഴും പെൻഷനും പരിഷ്കരിക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിലും കാലോചിതമായി പെൻഷൻ പരിഷ്കരണം നടത്തേണ്ടതാണെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മൾ വിചാരിച്ചത് എല്ലാം പ്രൈവറ്റൈസ് ചെയ്താലും SBI എങ്കിലും പൊതുമേഖലയിൽ തുടരുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ സ്ഥിതിയിൽ നിന്നും ചിലപ്പോൾ മാറിയേക്കാമെന്നുള്ള ഒരു സൂചനയാണ് അവരുടെ ഇന്റർവ്യൂ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്വകാര്യവൽക്കരണം നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരു മോഡൽ എംപ്ലോയറാണ്. അപ്പോൾ ആ മോഡൽ എംപ്ലോയർസ് ഇല്ലെങ്കിൽ നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ അത് ബാധിക്കുകയാണ്. അവർക്ക് എവിടെയാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി? അവർ സ്വകാര്യ മേഖലയിൽ അപ്രന്റീസായിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അവരെ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴേ ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ അപ്രന്റീസായിട്ട് അവർ സെലക്ട് ചെയ്ത് 4-5 കൊല്ലം അവരെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, നല്ല പദവിയൊക്കെ ആയിരിക്കും, പക്ഷേങ്കിൽ കാര്യമായിട്ടുള്ളൊരു വേതനം കൊടുക്കാതെ 4-5 കൊല്ലം കഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു പോസ്റ്റിൽ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൗണ്ടറിൽ, ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ കൗണ്ടറിൽ പോയാൽ മിക്കവാറും ആൾക്കാർ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നവരാണ്. സ്ഥിരമായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ആ സ്ഥിതിയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഇതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ഒരു മോഡൽ എംപ്ലോയർ ഇല്ലാത്തത് കൊണ്ട് സ്വകാര്യ മേഖലക്ക് ഇത്തരം തൊഴിൽ മേഖലയിൽ വളരെയധികം കടന്നു കയറുവാനും നമ്മുടെ ആൾക്കാരുടെ, ചെറുപ്പക്കാരുടെ തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൽ വളരെയധികം നിർണായകമായിട്ടുള്ള ഇടിവ് കൊണ്ടുവരുവാനുമുള്ള ഒരു പ്രവണതയാണ് അതുകൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു
ഞങ്ങൾ പ്രശ്നം നേരിടുക. കാരണം ഗവൺമെൻറ് ഈ മേഖലയിൽ കൊണ്ടുവരുന്നതിനൊരു ഞങ്ങളെയും കൂടി അത് ബാധിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ AIBPARC ജില്ലാ സെക്രട്ടറി P. പവിത്രൻ, SBI PAK ജില്ലാ സെക്രട്ടറി NV ബാബു, AKBRF MN അനിൽകുമാർ, K. പ്രകാശൻ, ജോസ് മാർസിലിൻ, സുരേഷ് ബാബു VC തുടങ്ങിയവർ പങ്കെടുത്തു. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാനായി പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരെത്തി. തെരുവിൽ കഴിയുന്നവർക്കായി 100ഓളം പൊതിച്ചോറുകളാണ് അക്ഷയപാത്രം വഴി വിതരണം ചെയ്തത്. ACP ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥനും അക്ഷയപാത്രം കോർഡിനേറ്ററുമായ AV സതീഷ് ബ്ലാത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കനത്ത കാറ്റും മഴയുമായതിനാൽ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തങ്ങളുടെ സേവന സന്നദ്ധതയ്ക്ക് അവധി കൊടുക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. വീടുകളിൽ നിന്നും ഇലയിൽ പൊതിഞ്ഞ വിഭവസമൃദ്ധമായ ഭക്ഷണവുമായാണ് വിദ്യാർത്ഥികൾ കണ്ണൂരിലെ തെരുവിലെത്തിയത്. തെരുവിൽ കഴിയുന്ന വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാനാണ് അക്ഷയപാത്രത്തിലൂടെ ഭക്ഷണം നൽകുന്നത്. 100ഓളം പൊതിച്ചോറുകൾ അക്ഷയപാത്രത്തിലൂടെ വളണ്ടിയർമാർ വിതരണം ചെയ്തു. ACP ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥനും അക്ഷയപാത്രം കോർഡിനേറ്ററുമായ AV സതീഷ് ബ്ലാത്തൂരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വളണ്ടിയർമാരായ വേങ്ങാട് സാന്ത്വനം ട്രസ്റ്റ് ചെയർമാൻ പ്രദീപൻ തൈക്കണ്ടി, ബ്ലഡ് ഡോണേഴ്സ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി VP സജിത്ത്, ജില്ലാ പ്രസിഡന്റ് KP ബിന്ദു ബാലകൃഷ്ണൻ, അഖിൽ ഫോൺടെക്, സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ PS സുശാന്ത്, MK മനീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകരായ KP ശാലിനി, IJ ഷീബ, NSS വളണ്ടിയർ ലീഡർ അമാൻഡ് എലിസബത്ത്, PT സായന്ത്, യദുനന്ദ് രഞ്ജിത്ത്, MK ആദിത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിക്കുന്ന് സ്കൂളിലെ NSS വളണ്ടിയേഴ്സിൻ്റെ സാമൂഹ്യ പ്രവർത്തന സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പാതയം എന്ന ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ തെരുവിൽ ഭിക്ഷാടനത്തിലോ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കണ്ണൂർ സർവകലാശാലയിൽ 1ാം വർഷ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നതിനെതിരെ പാരലൽ കോളേജ് അസോസിയേഷൻ രംഗത്ത്. രജിസ്ട്രേഷൻ വൈകിപ്പിക്കുന്നത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ പറഞ്ഞു. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായതെന്നും കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. പ്രശ്നത്തിന്മേൽ അടിയന്തര നടപടിയെടുക്കാത്ത പക്ഷം അനിശ്ചിതകാല സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. റെഗുലർ സ്വാശ്രയ കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിച്ച ദിവസങ്ങളായിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷനെ സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. റെഗുലർ സ്വാശ്രയ മേഖലകളിൽ പ്രവേശനം ലഭിക്കാത്ത നിരവധി കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമം 72 പ്രകാരം കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും ബിരുദാനന്തര കോഴ്സുകൾ പ്രൈവറ്റ് വിദൂര സംവിധാനത്തിൽ നടത്തരുതെന്ന ഉത്തരവാണ് പ്രതിസന്ധിക്ക് അടിസ്ഥാനം. കണ്ണൂർ സർവകലാശാല അടിയന്തരമായും പ്രവേശന നടപടി ആരംഭിക്കണമെന്നും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാത്ത പക്ഷം സമാന്തര മേഖല അനിശ്ചിതകാല സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാരിനറിയാം, പഠിപ്പിക്കുന്നത് നമുക്കും പഠിച്ചു, പക്ഷെ അത് പ്രൈവറ്റ് ഏജൻസികൾ അത് സ്വീകരിക്കുന്നില്ല. ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുട്ടി വേണ്ടെന്ന് പറയും. രണ്ടാമത്തെ അതിൽ കാണുന്ന പല പ്രൊസീജിയറുകളും സാധാരണ ഇപ്പോൾ അനുഭവിക്കുന്ന കുട്ടികൾ കണ്ണൂർ ജില്ലയിലായാലും കാലിക്കറ്റിലായാലും എവിടെ പഠിച്ചു എന്നറിയില്ല, ഈ യൂണിവേഴ്സിറ്റിൻ്റെ പേരും സർട്ടിഫിക്കറ്റുമാണുള്ളത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ലോകത്ത് എവിടെ പോയാലും അതിജീവനത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ശ്രീനാരായണ വന്നതോടുകൂടി ഇപ്പം നമ്മൾ അറിയാം, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, പഞ്ചാബിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലും അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ ആ യൂണിവേഴ്സിറ്റികളൊന്നും അതുകൊണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. മധുരൈ കാമരാജാവ്, അണ്ണാമലൈ, എത്ര യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിലുണ്ട്. അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളിടത്ത് പഠിച്ചോട്ടെ. ഞങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കൊന്നും എതിരല്ല. അവിടെയാണ് വേണ്ടവർ അവിടെ പഠിച്ചോട്ടെ. ഇനി കണ്ണൂരിൽ വേണം, കണ്ണൂരിൽ പഠിച്ചോട്ടെ. ഇനി ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി വേണം, അവിടെ പഠിച്ചോട്ടെ. അപ്പം ഈ ഒരു ബാൻ ചെയ്യാണ് ഇവിടെ. ബട്ട് വെള്ളക്കാരൻ പോലും വിദ്യാഭ്യാസത്തിന് ഇത്തരം നിരോധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു വലിയ വിഷയമാക്കിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളൊരു അഭ്യർത്ഥനക്കാണ് കണ്ണൂർ സർവകലാശാല ഈ മാസം തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ക്ഷണിക്കണം എന്ന്. വാർത്താസമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KN രാധാകൃഷ്ണൻ, NV പ്രസാദ്, TK രാജീവൻ, സതീശൻ VV തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടക മാസാരംഭം. ഇനി വീടുകളിലും അമ്പലങ്ങളിലും രാമായണ ശീലുകൾ. നാലമ്പല ദർശന പുണ്യം തേടി ഭക്തർ. ഒപ്പം കർക്കിടക പെയ്ത്തും.
CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ 1 കോടിയുടെ തട്ടിപ്പ് നടന്നത് ഇരിവേരി സർവീസ് സഹകരണ ബാങ്കിൽ. ഒരു ദിവസത്തിനിടെ ഒരു വ്യക്തിക്ക് അനുവദിച്ചത് 10 വായ്പകൾ. വിശദീകരണവുമായി CPM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി. കണ്ണൂർ സർവകലാശാലയിൽ രജിസ്ട്രേഷൻ വൈകുന്നു. പ്രതിഷേധവുമായി പാരലൽ കോളേജ് അസോസിയേഷൻ. കുട്ടികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു. പ്രശ്നത്തിൽ അടിയന്തര നടപടിയില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുമെന്നും അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.